21 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. നമ്മുടെ ലാൽ ജോസിന്റെ അറബിക്കഥ സിനിമയുമായിട്ട് നല്ല സാമ്യമുള്ള ജീവിതമായിരുന്നു. ഞാൻ സൗദി അറേബ്യയിലെ റിയാദിലേക്ക് പോകുന്നത് വാസ്തവത്തിൽ ഒരു ജോലി എന്ന രീതിയിൽ, ജോലി ചെയ്തേ പറ്റൂ എന്ന രീതിയിലല്ല. ഈ BJPയുടെയും RSSന്റെയും ഒക്കെ പ്രവർത്തനം കാരണം നാട്ടിൽ നിന്നാൽ വലിയ ബുദ്ധിമുട്ടാകുമെന്ന് എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ തോന്നിയപ്പോൾ നിർബന്ധപൂർവം ഒരു സുഹൃത്തിന് വന്ന വിസയിൽ എന്നെ സൗദിയിലേക്ക് പറഞ്ഞേക്കാതെ വളരെ പെട്ടെന്നെടുത്ത തീരുമാനം. അപ്പൊ പോകുന്നത് ബോംബെയിലെ അന്നത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് പോകുന്നത്. പെട്ടെന്ന് ബോംബെയിലെത്തി വിസ സ്റ്റാമ്പ് ചെയ്യണം, സൗദി കോൺസുലേറ്റിൽ നിന്ന് സ്റ്റാമ്പ് ചെയ്യണം. അപ്പൊ അന്ന് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ നിന്ന് അക്ബർ ട്രാവൽസിന്റെ ഒരു ബസ്സിൽ കയറിയിട്ട്, ബെൻസി ട്രാവൽസിന്റെ ഒരു ബസ് കയറിയിട്ട് ബോംബെയിലേക്ക് പോവുകയാണ്. ഞാൻ അത് കാണുമ്പോൾ അറബിക്കഥയിൽ ശ്രീനിവാസനെ യാത്രയാക്കുന്നത് പോലെ എന്റെ സുഹൃത്തുക്കൾ അന്ന് എന്നെ യാത്രയാക്കി മുദ്രാവാക്യം വിളിച്ച് യാത്രയാക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ അതേ രംഗാണ് അറബിക്കഥയിലുള്ളത്. പാർട്ടി മാറി എന്നേ ഉള്ളൂ, മാറിയിട്ടില്ല, രണ്ട് പാർട്ടി ഒന്നെ. എന്നെ യാത്രയാക്കുകയാണ്. ഞാൻ ബോംബെയിൽ പോയി പിന്നെ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ ഒരു പുലർച്ചെ ഒറ്റയ്ക്ക്, അതായത് 21 വയസ്സ് മാത്രമല്ല, ഞാൻ ലോകപരിചയമൊന്നുമില്ലാത്ത ഞാൻ സൗദി അറേബ്യയിലെ റിയാദിൽ പോയി ഇറങ്ങുന്നു. ആ റിയാദ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ റിയാദിലെ ജീവിതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സർവകലാശാലയിൽ പഠിച്ചതുപോലെയുള്ള ഒരു ജീവിതം. ഒരു സർവകലാശാലയിലെ പ്രധാനപ്പെട്ട ഒരു കോഴ്സ് എടുത്ത് പഠിച്ചതുപോലെയുള്ള ഒരു ജീവിതമാണ് പിന്നീടുള്ള കുറെ വർഷം സൗദി അറേബ്യയുടെ തലസ്ഥാനമായിട്ടുള്ള റിയാദിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത്. ഒട്ടേറെ രാജ്യക്കാർ, ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർ, വിവിധ മതക്കാർ, വിവിധ ഭാഷക്കാർ, വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ, അവരോടൊക്കെ ഇടപഴകാനും അവരുമായി സംസാരിക്കാനും ലോകപരിചയം നേടാനും ഭാഷകൾ പഠിക്കാനും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു വലിയ അവസരമായിരുന്നു സൗദി അറേബ്യയിലെ പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. എല്ലാ പ്രവാസികളുടെയും ജീവിതം അതുപോലെ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കുടുംബം എന്ന് പറയുന്നത് സാമാന്യേന തരക്കേടില്ലാത്ത സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരു കുടുംബമായിരുന്നു. അമ്മ അവിടുത്തെ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്നു. അച്ഛൻ ആ സമയത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ട്. റെയിൽവേയിൽ നിന്ന് സ്റ്റേഷൻ മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത സമയമാണ്. അതിനുമുമ്പ് അദ്ദേഹം ആർമിയിലുണ്ടായിരുന്നു. അപ്പൊ സാമ്പത്തികമായി സുസ്ഥിരതയുള്ള അമ്മയുടെ കുടുംബം അത്യാവശ്യം ഒരു ജന്മി കുടുംബമൊക്കെ ആയിരുന്നു. അത്യാവശ്യം ഭൂമി സ്വത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഗൾഫിൽ പോകണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എല്ലാ സുഖ സൗകര്യങ്ങളുടെയും ഇടയിൽ നിന്ന് സൗദി അറേബ്യയിൽ എത്തിയപ്പോൾ, റിയാദിലെത്തിയപ്പോൾ എല്ലാ പ്രിവിലേജും അനുഭവിച്ച് ജീവിച്ച ഒരാൾ മറ്റൊരു രാജ്യത്ത് ഒരു തരത്തിലുള്ള പ്രിവിലേജുകളും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു സാധാരണ ജോലിക്കാരനായി എത്തിയപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒട്ടേറെ ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാണ് എന്നെ ഞാനാക്കി മാറ്റിയത്.